പൊട്ടിപ്പോകാനൊക്കെ. അതുകൊണ്ട് നമുക്ക് എങ്ങനെ ഇതിന് ചുരുണ്ട് പോയാലും ഇത് പൊട്ടിപ്പോകില്ല. ഇതെങ്ങനെ പോയാലും ഇത് പൊട്ടിപ്പോകില്ല. ഇത് ചുരുണ്ട് എഴുതിയിട്ട് ഒരു പ്രശ്നമില്ല. നമുക്കിത് ചുരുട്ടാൻ തന്നെയാണ്. അതുകൊണ്ട് ചുരുണ്ട് എഴുതിയിട്ട് യാതൊരു പ്രശ്നമില്ല. ഇപ്പം നിങ്ങൾ കണ്ടോ നല്ലൊരു നൂലാമാല ഇവിടെ റെഡി ആക്കണേ. അപ്പോൾ ഇതുപോലത്തെ ഒരു നൂലാമാലയാണ് നമുക്ക് കിട്ടേണ്ടത്. കണ്ടില്ല നിങ്ങൾ ഈ നൂലാമാലിൻ്റെ വലുപ്പങ്ങൾ കണ്ടോ? ഇത് മാലയാണ് വിചാരിച്ച നിങ്ങൾ അല്ല, ഇത് നമ്മുടെ പൊറാട്ടൻ്റെ മാവാ പ്രിയരെ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു, ലൈക്ക് ചെയ്ത് വരൂ, കമൻറ്റ് ഇട്ട് വരൂ, ഷെയർ ചെയ്ത് വരൂ. ഇതുപോലത്തെ നൂലാമാല കൊണ്ട് പൊറാട്ട ഉണ്ടാക്കണക്കാണെങ്കിൽ വരൂ, ഇങ്ങോട്ട് വരൂ. കണ്ടില്ല നിങ്ങൾ കണ്ടോളി. പൊറാട്ട ഉണ്ടാക്കാനാ വന്നേ. നിങ്ങൾക്ക് മനസ്സിലായിനോ പൊറാട്ട ഉണ്ടാക്കാനാ വന്നേ? കണ്ടങ്ങള് മൈദയാണ് എൻ്റെ കയ്യിലുള്ളത്. എങ്ങനെ എളുപ്പത്തിലൊരു പൊറാട്ട ഉണ്ടാക്കാന്നുള്ള വീഡിയോ ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. നല്ല സൂപ്പറായിട്ട് നമുക്ക് പൊറാട്ട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. 1,15,000 ആളുകൾ എൻ്റെ പൊറാട്ടയുടെ വീഡിയോ കണ്ട് കുറേ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ സബ്സ്ക്രൈബർമാരെ ഓർക്കാത്ത ഒരു ദിവസം പോലും ഞാൻ ഇല്ല. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ഓൾക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കലുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നിങ്ങൾ വിശ്വസിക്കണം. കാരണം എന്താണ്? നിങ്ങൾ എൻ്റെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച ആളുകളാണ്. നിങ്ങൾ ഓർക്കാത്ത ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. കാരണം നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ എന്താ ആദ്യം നോക്കാന്നറിയോ? എൻ്റെ ഈ സബ്സ്ക്രൈബേഴ്സ് എത്ര ആളുകൾ വീഡിയോ കാണുന്നുണ്ട് നോക്കും. അപ്പോൾ എനിക്ക് സന്തോഷം ഉണ്ടാവാറുണ്ട് നിങ്ങൾ കാണുമ്പോൾ. ഇന്നലെ കുറേ സബ്സ്ക്രൈബർമാർ കുറേ വന്നിട്ടുണ്ട്. ഓൾക്കൊക്കെ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിയിട്ട് ഞാൻ എൻ്റെ പൊറാട്ടൻ്റെ വീഡിയോയിലേക്കാണ് നിങ്ങളെ വലിച്ചുകൊണ്ട് പോണത്. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. പൊളിയേകാരം സൂപ്പറേകാരം. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, മനസ്സിലായില്ലേ? നമുക്ക് മാറ്റാം. ആദ്യം തന്നെ നമ്മൾ ചുടുവെള്ളം തയ്യാറാക്കുക. അതിൽ അത്യാവശ്യം ചുടുവെള്ളം ഉണ്ട് കേട്ടോ. ഇതൊരു കുണ്ടമാത്രം ആയതുകൊണ്ട് ആൾക്കാരെ നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത്. അതെൻ്റെ ക്യാമറ വെച്ചത് ലെവലാകാത്തതുകൊണ്ടാണ് എനിക്കറിയില്ല. അങ്ങനെയൊന്നുമില്ലാന്ന്. ഒരു സുമാർ അളവിൽ നമ്മൾ വെള്ളം എടുത്തിട്ട് ചൂടാക്കുക, ഇളം ചൂടാക്കുക. തിളച്ച് കഴിഞ്ഞാൽ പൊറാട്ടൻ്റെ മാവ് നമുക്ക് കുഴക്കാൻ പറ്റൂല. നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് റെഡിയായി കിട്ടൂല. അതുകൊണ്ട് നമ്മൾ തിളപ്പിക്കരുത്. നമ്മൾ ഇളം ചൂടുവെള്ളം തയ്യാറാക്കുക. അതിലേക്ക് പാകത്തിന് ഉപ്പിട്ടെടുക്കാം. പിന്നെ കുറച്ച് കുട്ടികളെ നിങ്ങൾ കാണണ്ട. കുട്ടികളെന്ന് പറയണത് എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങളിപ്പോൾ എൻ്റെ ക്ലാസ് പൊറാട്ട ഉണ്ടാക്കണം നിങ്ങൾ കാണില്ല. അതുകൊണ്ട് ഞങ്ങൾ കുട്ടികളെ വിളിക്കണേ. 2 സ്പൂണൊന്നും വേണ്ടടി, 1 മതി. അപ്പം നമുക്ക് ഒരു 2-3 ടീസ്പൂൺ പഞ്ചസാര ഇട്ടാലോ? നല്ലോണം ഇട്ടാലേ പൊറാട്ട ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഒരു കുണ്ടം മാത്രം ഉള്ളപ്പോൾ എനിക്ക് കിട്ടിയത് പഠിച്ചോനെ. അപ്പൊ നിങ്ങൾ എന്നെ കാണുന്നുണ്ടോ? അതോ ഞാൻ നിങ്ങളെ കാണുക? ഇപ്പൊ എന്താ സംഭവിക്കും? ഞാൻ നിങ്ങളെ കാണില്ല, നിങ്ങൾ എന്നെ കാണുന്നുണ്ടോ? നല്ല സംഭവം പാടിപ്പോണ്ട് പറയുമ്പോ ഇതൊക്കെ ഉണ്ടാവും. ആദ്യമായിട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. ചെറിയ മിസ്റ്റേക്കുകളാണ് ഉണ്ടാവും. എന്റെ തലയാണടി പോയിക്കണേ. ആ തല അങ്ങോട്ട് എടുക്ക്. എന്റെ ഇവിടുന്ന് ഇവിടെ കാണില്ല. അപ്പൊ തലയെല്ലാം വിചാരിച്ചല്ലോ. ക്യാമറാമാൻ അവിടെ ഉണ്ട്, കറക്റ്റ് പിടിച്ചാലും ഒക്കും അറിയില്ല. അപ്പൊ നമ്മള് പഞ്ചസാര ഇപ്പൊ എത്ര ഇട്ട് നിങ്ങളൂടെ പറഞ്ഞില്ലേ? എന്നാ കുറച്ചും കൂടി ഇല്ല നമുക്ക്. ഞാൻ നീട്ടി വലിച്ചിട്ടുണ്ടോ വീഡിയോ? ഇല്ല മക്കളെ, ഞാൻ നീട്ടി വലിക്കാൻ താല്പര്യപ്പെടുന്നില്ല. എനിക്ക് പറഞ്ഞാലും പറയാൻ തീരായിട്ടാണ്. നമ്മൾ ജോലി ചെയ്യുമ്പോൾ ആത്മാർത്ഥത കുറച്ച് കൂടിപ്പോയതാണ് നിങ്ങൾ കാണുന്നത്. കണ്ടോളി, ഞാൻ ആത്മാർത്ഥത കൂടിപ്പോയി കണ്ട് പഞ്ചസാര കൂടിയാൽ പൊറാട്ട നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പം ഞാൻ ഇതിക്ക് പാകത്തിന് ഉപ്പിട്ടെടുക്കാം. അപ്പം ഇതിൽ നമ്മൾ പാകത്തിന് ഉപ്പിട്ടെടുക്കാൻ പോവാണ്. ഉപ്പ് കാണില്ലേ? ഇതൊക്കെ നിങ്ങളൊരളവാണ്. അതിനൊന്നും പ്രത്യേകിച്ച് ഒരളവില്ല. അപ്പം നമ്മളെ രാവിലെ പൊറാട്ട എൻ്റെ കുഞ്ഞുമോളെ കണ്ടങ്ങള്. ഈ കുട്ടിയെ വിചാരിച്ചിട്ടേക്ക് നിങ്ങളൊരു സബ്സ്ക്രൈബ് എടുക്കൂലേ? ഈ കുട്ടിക്ക് കുഞ്ഞുമോള് അമികമോള് എനിക്ക് സബ്സ്ക്രൈബ് ഇഷ്ടമുണ്ടോ? ലൈക്ക് ഇഷ്ടമുണ്ടോ? എനിക്ക് ഏതാ ഇഷ്ടം? അപ്പൊ വീണ്ടും വീണ്ടും സ്വാഗതം. നമ്മൾ തട്ടെടുത്ത് വരികയാണ്. തട്ട് നമ്മൾ എടുത്തില്ലേ? അപ്പൊ നിങ്ങളും എടുത്തില്ലേ തട്ട്? നിങ്ങൾ എടുത്തില്ലേ? നിങ്ങളോടാ ചോദിക്കണേ. നിങ്ങൾ എടുത്തോളി തട്ട്, ഇപ്പൊ തന്നെ എടുത്തോളി. എന്നിട്ട് നിങ്ങൾ ഇതുപോലെ മൈദ 1 കിലോ കൊണ്ടുവന്നത് ഇങ്ങനെ നിങ്ങൾ അരച്ചോളി കേട്ടോ. നിങ്ങൾ എടുത്തോളി. എടുത്തില്ല 1 കിലോ മൈദ മുഴുവൻ തട്ടിയാലേ നിങ്ങളത് പാളിപ്പോവും. അതുകൊണ്ട് നിങ്ങൾ മുഴുവൻ തട്ടണ്ട. ഞാനും മുഴുവൻ തട്ടില്ല കേട്ടോ. ആ വെള്ളം പോയിക്ക. ഇളം ചുടുവെള്ളം പറഞ്ഞ തറച്ചു. അപ്പൊ ഇളം ചുടുവെള്ളം എന്ന് പറഞ്ഞാൽ ഇളം ചുടുവെള്ളം എന്ന് പറഞ്ഞാൽ ഇളം ചുടുവെള്ളം തയ്യാറുകളോടാ പറഞ്ഞത്. അപ്പൊ നമ്മളിത് അരിച്ചാ പോട്ടോ. അമീക മോളെ ഇങ്ങോട്ട് മാറി നിക്കടി. അത് നീ ഒന്നല്ല 10:45 എടുത്തേ. നിങ്ങൾ ഇങ്ങനെ കട്ടിട്ട് ഞാൻ 10:45 വീഡിയോ എടുത്ത് ഇങ്ങോട്ട് ഐസ്ക്രീം കുട്ടിച്ചാത്ത വേഗം മരിഞ്ഞു പോട്ടെ. ക്രീം ഐസ്ക്രീം. അപ്പൊ നമ്മൾ ഇളം ചുടുവെള്ളം തയ്യാറാക്കാന്ന് പറഞ്ഞാൽ ഇളം ചുടുവെള്ളം തന്നെ തയ്യാറാക്കണം, എന്നാലേ റെഡിയായി കിട്ടുള്ളൂ. ഇവിടെ ഒരാൾ മൈദ ഉരുട്ടി കൊയ്ക്കുന്നുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടോ? ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചെടുക്കുക. ആവശ്യത്തിന് ഒഴിച്ചെടുക്കുക മാത്രം. എന്നിട്ട് നമ്മൾ എന്താക്കുക? കാണുന്നുണ്ടോ? നിങ്ങള് കാണില്ലേ? പൊടിയൊക്കെ പാടെ വെള്ളമായിട്ട് കാണണേ. അത് വെള്ളപ്പൊടി തന്നെയാണോ? അതുകൊണ്ട് അമീനെ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ കൊയ്ക്കുക. മനസ്സിലായോ? ഇങ്ങനെ നിൽക്കേണ്ടി വരും.
അങ്ങനെ നമുക്ക് ഒരു സാധനം ആ ക്ലാസ് എടുത്തേച്ചോന്ന് ഇങ്ങനെ ഇങ്ങനെ ചോറല്ല കേട്ടോ ഒട്ടി തിന്നാനല്ല കേട്ടോ ഇത് നമുക്ക് ഇങ്ങനെ ആക്കിയിരിക്കാം നിങ്ങൾ കാണില്ല ഇതേപോലെ ഇതുപോലെ ആക്കിയിട്ട് നമ്മൾ ഇവിടെ ഒരു ഇത് ഉണ്ട് ഇവിടെ ഞാനൊരു ഇത് വെച്ചിക്കണ് ഒരു മറ്റേ ഇതിൻ്റെ മാറ്റ് എന്താ പറയുക ഇതിൻ്റെ മാറ്റിന് ചപ്പാത്തി മാറ്റിൽ എന്നിട്ട് നമ്മൾ ഇതേപോലെ കേട്ടോ നമുക്ക് ഇട്ടണ്ടേ എന്നിട്ട് നമ്മളിങ്ങനെ പുറത്ത് വെക്കും. ഇനി ഞാൻ കാണിക്കണില്ല കേട്ടോ അത് നമുക്ക് മനസ്സിലായില്ല ഇപ്പോൾ എങ്ങനെ വെക്കലെന്ന്. ആമീനെ ഞാൻ ഇവിടെ ഉണ്ടാക്കുമ്പോ അവിടെ സൈഡിൽ ഒരുത്തം കണ്ടോ കുഴക്കണത്. പൊറോട്ട ഉണ്ടാക്കാനൊക്കെ ഇവര് പഠിച്ചിരിക്കുന്നു ഗൈസ്, പഠിച്ചിരിക്കുന്നു ഗൈസ്. റെഡി കിട്ടില്ല നിങ്ങൾ ഇങ്ങനെ കൊക്കണം, ക്യാമറയ്ക്ക് നോക്കിയിട്ട് ഇങ്ങനെ കൊടുക്കാം. മനസ്സിലായി നമുക്ക്? അതിനാണ് നമ്മൾ ഇങ്ങനെ ആക്കി വെച്ചത്. ഇങ്ങനെ ആക്കി വെച്ചാൽ നമുക്ക് വെള്ളം എറിയില്ല. ഒന്നായിട്ട് വെള്ളം ഒഴിച്ചാൽ നിങ്ങൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് വെള്ളം എറിയില്ല. ഒന്നായിട്ട് വെച്ചാൽ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ആക്കിയിരിക്കുന്നത്. ഇങ്ങനെ ആക്കി ഇട്ടാൽ നമുക്ക് എന്താവൂല, വെള്ളം എറിയില്ല. മനസ്സിലായോ? മനസ്സിലായി. ആമീൻ എന്നോടല്ലടാ, ഞാൻ സബ്സ്ക്രൈബേഴ്സിനോടാണ്. തമാശന്നല്ല, ഉള്ളു പറഞ്ഞേ. അപ്പൊ നിങ്ങളെല്ലാവരും പൊടി കുഴച്ചില്ലേ? ഇപ്പൊ അപ്പൊ നിങ്ങള് കുഴക്കിട്ടോ, എല്ലാവരും കുഴക്കിന്റെ ഒപ്പം തന്നെ കാണിക്കില്ല. വയസ്സ് എന്താ വെച്ചാല് ഈ വീഡിയോ ലോങ് ആയി പോകും. കറി ഉണ്ടാക്കല് ഞാൻ പറയില്ല കേട്ടോ, നമുക്ക് ടൈമില്ല. അപ്പൊ ഗൈസ് വെള്ളറി തോന്നണെങ്കിൽ ഇതന്നെ ഈ ഒരു ടെക്നിക്ക്. അപ്പൊ നമ്മള് ഇതിന് എന്താക്കാൻ പോണത്, കുറച്ച് എണ്ണ മേലെ കൂടെ ഒന്ന് തടവിട്ടൊന്ന് കേട്ടോ. മനസ്സിലായോ? പിന്നെ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ, ഞാൻ നല്ല പണിയുണ്ട് കൂട്ടുകാരെ ഈ വീഡിയോ എടുക്കാൻ. 8 മണിക്ക് വീഡിയോ എടുക്കാൻ തുടങ്ങിയതാ. ഇപ്പൊ 8:45 9:30 നേരം. ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കട്ടാക്കി വരേണ്ടി വരുന്നുണ്ട്, പല പ്രയാസങ്ങളും ഉണ്ട്. അപ്പോൾ വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, വിജയിപ്പിക്കുക. അത്രേ പറയാനുള്ളൂ നിങ്ങളോട്. അത്രേ ഉള്ളൂ. സെറ്റല്ലേ? അല്ലേ? നിങ്ങൾ കാണൂലേ? നിങ്ങളിൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഓക്കെ, വിശ്വസിക്കാൻ പറ്റില്ലേ? അമീന എന്നോടല്ല, ഞാൻ എൻ്റെ സബ്സ്ക്രൈബർമാരോട് സംസാരിക്കുക. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി കുട്ടിയെ കണ്ടോ? ഈ കുട്ടി കണ്ടില്ല നിങ്ങൾ? മറ്റേ കുട്ടികൾ രണ്ടാളും ചെരുപ്പ് വാങ്ങാനോ തൂതാങ്ങാനൊക്കെ പുറത്തേക്ക് പോയതാണ്. ഞോല് കയറി വരുമ്പോൾ വേറൊരു ലഹള ഇവിടെ ഉണ്ടാവും. അതിൻ്റെ മുമ്പ് നമുക്ക് ഈ മാവ് കൊണ്ട് ഓടണം. നമുക്ക് ഞാൻ ടൈം കാണിച്ചു കേട്ടോ. നേരത്തെ ഞാൻ ഇവിടെ വന്നിരുന്നപ്പോൾ ടൈം എത്ര വരും? പൊറോട്ട ഇങ്ങനെ മാവുണ്ടാക്കണം നമ്മൾ കണ്ടോ? അയ്യോ പുറത്തൊക്കെ തേച്ച് ഇങ്ങനെ കണ്ടോ? പീസിൻ്റെ ഉള്ളിലൊക്കെ കവറിൻ്റെ ഉള്ളിലൊക്കെ നിങ്ങൾ കണ്ടുക്കണോ? ചൂടുക്കല് കവറിൻ്റെ ഉള്ളിൽ എന്താ പറയുക, കവറിൻ്റെ ഉള്ളിൽ എണ്ണ തേച്ച് കണ്ട് അതിൽ മാവിടണം നിങ്ങൾ കണ്ടുക്കണോ? ഞാൻ എൻ്റെ ചാനലിൽ ആദ്യം തന്നെ ഇട്ട വീഡിയോ അതായിരുന്നു. 1-2 വീഡിയോ ഇട്ടേന് നമ്മൾ തൊട്ട് കൊടുക്കാൻ പോകും. അപ്പോൾ അത് സോഫ്റ്റ് ആകാനായിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ നനച്ച പിന്നെ അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കുക. നിങ്ങൾ ഇതിന് മുമ്പ് ഇത് കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ കണ്ട് ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. നല്ല അടിപൊളി തരം. ഞാൻ ഇന്നലെ പറഞ്ഞു, ഇനി വെള്ളപ്പങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഒരു ഡബിൾ വോയിസിൻ്റെ പാക്കറ്റ് വീട്ടിലൊക്കെ കൊണ്ടുവന്ന് നോക്കുക. നല്ലതാണ്. നമ്മൾ എന്ത് റെസിപ്പി ഉണ്ടാക്കുമ്പോഴും അതിക്ക് കൂട്ടിയാൽ വളരെ നല്ല തരം. ഇന്നിപ്പോൾ നമ്മൾ പൊറാട്ടിൽ ഉണ്ടാക്കുന്ന കുറേ നാട്ടുവർത്തമാനം പറഞ്ഞ് നീട്ടി വലിച്ചു. ചില ആളുകൾക്ക് റെസിപ്പികൾ മാത്രമേ കാണാൻ ബുദ്ധി ഉണ്ടാവുള്ളൂ. എൻ്റെ ഈ നാട്ടുവർത്താനൊന്നും കൂട്ടി കളിക്കാണ്ട് കേൾക്കാൻ ഒട്ടും താല്പര്യം ഉണ്ടാവില്ല. പക്ഷേ എനിക്കെന്താണ്, എനിക്ക് സംസാരിക്കും. നോക്കി ഈ മാവിന് എന്തൊരു സോഫ്റ്റ്നെസ് ഉണ്ടെന്ന് പറയുന്നത്. ഇതിൽ ഇടുമ്പോൾ തന്നെ ഇത് സോഫ്റ്റായി പോവാണ്. കവറിലിട്ടാൽ തന്നെ സോഫ്റ്റ് ആവും. അതാണ് ഈ മാവിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ കവറിലിട്ടുകൊണ്ട് പൊറോട്ട ഉണ്ടാക്കിയാൽ സൂപ്പറായിരിക്കും. തുണി നനച്ചിടേണ്ട കാര്യമില്ല എന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ ഓക്കെ ബൈ. നാളെ രാവിലെ കാണാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മളൊന്നും ചെയ്യില്ല, നമ്മളിത് കെട്ടിവെക്കും. ഈ മാവ് നമ്മൾ ഇതുപോലെ കെട്ടിവെച്ചിട്ട് രാവിലെ ഞാൻ പൊറോട്ട ചുട്ട് കാണിക്കും കേട്ടോ. ഹലോ, ഇപ്പം നേരം വെളുത്തുകണ്. സുപ്രഭാതം. ടൈം എത്ര കാണിച്ചിട്ട് 5:15 5:20 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മാവ് എന്തായിക്കണ് നമുക്ക് നോക്കാം. നമ്മളെ മാവ് എന്തെങ്കിലും നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ മെല്ലെ പറയുന്നു കേട്ടോ. ഉറക്ക പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ,
ഈ പെണ്ണിന് എന്താ ഭ്രാന്താണെന്ന് വിചാരിക്കും എല്ലാവരും. നേരെ ഒറ്റയ്ക്ക് സംസാരിക്കാമെന്ന് വിചാരിക്കും. അതുകൊണ്ടാണ് നിങ്ങളെല്ലാം പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ രാവിലെ നേരത്തെ എണീറ്റാലുള്ള ഗുണങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞിട്ടെ. നേരത്തെ എഴുന്നേറ്റാൽ നമ്മൾ നേരത്തെ നീച്ചാണല്ലോ നമുക്ക് കുറേ പകലുണ്ടാവും. നമ്മൾ നേരെ വൈകി നീച്ചാണല്ലോ നമുക്ക് കുറച്ച് പകൽ പറഞ്ഞാൽ അതായത് നമ്മൾ പറയില്ലേ നേരം വെളുത്ത കുറച്ച് ടൈം നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ രാത്രി നമ്മൾ നേരത്തെ ഉറങ്ങുക, നേരത്തെ എണീക്കുക. നമുക്ക് ഇല്ല നല്ല സോഫ്റ്റുള്ള മാവാണ്. ഇത്ര സോഫ്റ്റുള്ള മാവ് നമുക്ക് ഒന്നും കിട്ടില്ല. കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. എളുപ്പത്തിൽ ഞാൻ കറി ഉണ്ടാക്കാനാകൂല എന്ന് വിചാരിച്ചിട്ടാണ് വന്നിരുന്നത്. പിന്നെ എനിക്ക് തോന്നി കറി ഉണ്ടാക്കാതെ എങ്ങനെയാണ് പൊറാട്ട ഞങ്ങൾ തിന്നതല്ല വിഷയം. ഞങ്ങൾക്ക് കറി ഉണ്ടാക്കും, നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ ഞാൻ കാണിച്ചു തരണ്ട, നേരം വൈകുമല്ലോ, വീഡിയോ ലോങ്ങായി പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കാണിക്കണ്ടെന്ന് വിചാരിച്ചാണ്. പിന്നെ എൻ്റെ മനസ്സ് സമ്മതിക്കില്ല നിങ്ങൾക്ക് കറി ഉണ്ടാക്കി കാണിച്ചു തരാനാൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. അതിന് വേണ്ടി മാത്രം എളുപ്പത്തിൽ എങ്ങനെ ചട്ടപ്പെടാന്നുള്ള കോലത്തിൽ കറി ഉണ്ടാക്കാം. ഈ ചിക്കൻ നമ്മൾ കഴുകണം. ഇപ്പം നമ്മൾ കഴുകിയിട്ടില്ല കേട്ടോ. ഇത് നല്ലോണം അതിലിട്ട് കഴുകിയിട്ട് നമ്മൾ കറി ഉണ്ടാക്കും. അപ്പോൾ കഴുകിയിട്ട് വരാം. ചിക്കൻ ഞാൻ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ആ ചിക്കനിലേക്ക് നമ്മൾ ഒരു തക്കാളി വെച്ചെടുക്കുക. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കുറുമ കറി. കിട്ടണമെങ്കിൽ വേറെ ഒന്നും ഇടൂല കേട്ടോ, ഉപ്പ് ചേർക്കും. തക്കാളിൻ്റെ തൊലി ഉണ്ടല്ലോ, ഇങ്ങനെ വെക്കണം. എന്താ വെച്ചാൽ അതിൻ്റെ തൊലി കളയാൻ വേണ്ടിയിട്ടാണ്. തക്കാളിൻ്റെ തൊലി ക്യാൻസറിന് കാരണം, പല അസുഖങ്ങൾക്കും കാരണം. അത് കഴിക്കണം നല്ലല്ല, കുട്ടികളൊക്കെ എടുത്ത് തിന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ തൊലി കളയാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഉപ്പും കൂടിയിട്ടൊരു ഇത് പുഴുങ്ങാൻ വെക്കാം, വേവിച്ചെടുക്കാം. വീഡിയോ ലോങ്ങായി പോകുമെന്ന് അറിയില്ല, എന്നാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. വീഡിയോ ചിലപ്പോൾ ലോങ്ങായി പോകാൻ സാധ്യതയുണ്ട്, എന്നാലും ഞാൻ കാണിച്ചു തരും. കാണുന്നതിൽ കണ്ടോട്ടെ. അപ്പോൾ പാകത്തിന് ഉപ്പ് ചേർക്കാം. ഒന്നുമില്ലാത്തതുകൊണ്ട് എന്താക്കുക, നാരങ്ങ നീരിൻ്റെ അടുത്തില്ല, അപ്പോൾ വിനാഗിരി വെച്ചെടുക്കാം കേട്ടോ. കുറച്ച് ഏറ്റവും നല്ല നാരങ്ങ നീരാണ്, അതിൻ്റെ അടുത്തുള്ള ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിനാഗിരി വെച്ചെടുക്കുകയാണ്. ഉണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. അതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. ചെരിച്ചുമ്പോൾ അങ്ങനെ ആകില്ല, അപ്പോൾ അതുകൊണ്ട് കാണാത്ത ഇതിൽ വെള്ളമുണ്ട്. പിന്നെ നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇത്രയും സാധനങ്ങൾ നമ്മൾ സെറ്റാക്കി കൊണ്ടുവന്നാൽ നമ്മൾ കറി തയ്യാറാവും കേട്ടോ. തേങ്ങ ഉണ്ട്, ഒറ്റ വെല്ലുള്ളി മതി, ഒറ്റ എണ്ണ. അതുപോലെ 2 വെളുത്തുള്ളി, ഒറ്റ പച്ചമുളക്, 1 ഇഞ്ചി കഷ്ണം, അതുപോലെ കുറച്ച് മല്ലിച്ചപ്പ്, കറിവേപ്പില ഉണ്ടെങ്കിൽ അതും വേണം, അതില്ല. പിന്നെ ബാക്കി കറുകപ്പട്ട, ഗ്രാമ്പു, ഏലക്കായ അതും. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പൊറോട്ട ആദ്യം ഉണ്ടാക്കി വെച്ചാൽ എല്ലാവരും പൊറോട്ട ചൂടിൽ തിന്നും. പൊറോട്ട നല്ല ടേസ്റ്റ് ഉണ്ടാകും, ചൂടിൽ തിന്നും. അതുകൊണ്ട് നേരത്തെ ഉണ്ടാക്കി വെക്കാത്തതാണ് കേട്ടോ. കുരുമുളക്, തേങ്ങ, കുരുമുളക് ഇട്ടെടുക്കും. 2 ഏലക്കായ ഇട്ടെടുത്താൽ മതി. ഗ്രാമ്പു 2 എണ്ണം, കറുകപ്പട്ട 2 പീസ് ഇതിലേക്ക് ചേർത്തെടുക്കാം. വെള്ളം ഒഴിച്ചിട്ട് അരച്ചുണ്ടാകും. നെയ്യ്,
ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ഇട്ടെടുക്കുക. മല്ലിപ്പൊടി മുളകും പൊടി ഇടണ്ട കേട്ടോ. മുളകും പൊടി ഇട്ടാൽ എരിവ് പച്ചക്കുത്ത് മാറുകളും ഇളക്കി കൊടുത്ത് നല്ല രീതിക്കാവണം. നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കൂലേ? ഇത് പെരുംജീരകമാണ് ഇട്ടിരിക്കുന്നത്. വേറെയുള്ള മസാലപ്പൊടികൾ ഇടുന്നില്ല. മല്ലിപ്പൊടി കുറച്ചും കൂടി ഇട്ടിട്ടുണ്ട്. ഇത് പച്ചക്കുത്ത് മാറണം കേട്ടോ. പച്ചക്കുത്ത് മാറിയിട്ട് ഈ പച്ച ചോയ്ക്കും നമുക്കറിയില്ലേ. അപ്പം എന്താ എല്ലാവരും ഉണ്ടാക്കൂലേ? സെറ്റല്ലേ? ഉണ്ടാക്കണം. നല്ലൊരു പൊറാട്ടയും കറിയൊക്കെ കുട്ടിയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നല്ല ടേസ്റ്റ് കാര്യം. കറീൻ്റെ വീഡിയോ ലോങ് ആയിപ്പോയോ ചെറിയ ഡൗട്ടുണ്ട്. നല്ല ഉണ്ടാക്കിക്കോളി. പിന്നെ ഈ ചട്ടിൻ്റെ സ്ക്രീനിൽ ഞാൻ ഈ ചട്ടിൻ്റെ ടാഗും സുജാതൻ്റെ മിക്സിൻ്റെ ടാഗും കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നല്ല ഓൺലൈനിൽ നല്ല റേറ്റ് കുറവിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങുമ്പോൾ നിങ്ങൾക്കൊരു ഉപകാരമാവും, അതുപോലെ നിങ്ങൾ വാങ്ങുമ്പോൾ എനിക്കൊരു ഉപകാരമാവും. ചെറിയൊരു കമ്മീഷൻ തുക അവരെനിക്ക് തരും. ചെറുത്, വളരെ തുച്ഛമായത്, നമ്മൾ ചെയ്യുന്ന ജോലിക്കുള്ളത് മാത്രം കേട്ടോ. അതുകൊണ്ട് പറ്റുന്നവർ വാങ്ങുക. നല്ലതാണ്, നിങ്ങൾക്കും നല്ലതാണ്, എനിക്കും നല്ലതാണെന്നുള്ള കോലത്തിൽ സ്റ്റാർ മാർക്ക് നോക്കണം, പ്രത്യേകം നോക്കണം. ഫ്ലിപ്കാർട്ടിൽ നിന്ന് എന്തെങ്കിലും പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ 4ൻ്റെ മുകളിലുള്ള നമ്പർ നോക്കിയിട്ട് വാങ്ങുക. സ്റ്റാർ എത്ര ആളുകൾ വാങ്ങി കാര്യങ്ങൾ റിവ്യൂ ഒക്കെ അവിടെ ഉണ്ടാവും കേട്ടോ. ഇതൊക്കെ ചെക്ക് ചെയ്തിട്ട് വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സെറ്റല്ലേ? അപ്പോൾ നിങ്ങൾ വാങ്ങൂലേ? നിങ്ങൾ കണ്ണിൽ നമ്മളെ കറി തയ്യാറായിക്കണം. നമ്മൾ ഈ തക്കാളിൻ്റെ തൊലി നമുക്ക് എടുത്തിട്ട് ഒഴിവാക്കട്ടെ. ഞങ്ങളോട് പറഞ്ഞത് ഒഴിവാക്കണം. അത് ഒഴിവാക്കാം. കുറച്ച് വെച്ച് കൊടുക്കാം. നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് പച്ചക്കുത്ത് മാറ്റണം കേട്ടോ. ഞാൻ ഇപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ വെച്ച് റെഡിയാക്കുന്നത്. ഇതിൻ്റെ പച്ചക്കുത്ത് മാറ്റിയെടുത്തിട്ടുള്ളത് കേട്ടോ. മസാല ചട്ടിക്കിട്ട് എണ്ണ ഒഴിച്ചതിന് ശേഷം നല്ല ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. അതിന് പച്ചക്കുത്ത് മാറ്റിയെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. നമുക്ക് അത് ഇതിലേക്ക് ചേർത്തിട്ട് നമുക്ക് അത് ചൂടാക്കിയെടുക്കാം. അപ്പം ഞാൻ അരപ്പൊഴിച്ചെടുക്കാനുള്ളൂ. നമുക്ക് ഈ മസാല ഒന്ന് പിടിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് 1 മിനിറ്റ് വെച്ചെടുക്കുക. അത് ചെരിഞ്ഞാളിത് ചിന്തും. അപ്പം ഇങ്ങനെ ഒഴിച്ചെടുക്കാം. ഇല്ല, അപ്പോൾ അരപ്പ് റെഡിയായി. കറി റെഡിയായി കേട്ടോ. തിളപ്പിച്ചെടുത്താൽ മാത്രം മതി. ഇത് കാണുന്ന പോലെ അല്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇങ്ങനെ ഉണ്ടാക്കിയോണ്ട്. നമുക്കിതുപോലത്തെ മാറ്റ് വേണമെങ്കിൽ അതിൻ്റെ ടാഗ് സ്ക്രീനിൽ തൊട്ടങ്ങ് കിട്ടും, വീട്ടിലെത്തും. നല്ല സുഖമായിട്ട് ഇതിൽ കുഴച്ചെടുക്കണം. തടവിക്കെടുക്കാം ഓയില്, തടവിക്കെടുക്കാം ഓയില്. നമുക്കിവിടെ കുഴക്കേണ്ട ആവശ്യമില്ല. കുഴക്കണ്ട, മാവ് സെറ്റ് ചെയ്യുന്നുണ്ടാളെ. ഇങ്ങോട്ട് പക്ഷേ ഇങ്ങോട്ട് അധികം ഓയിൽ തേക്കുന്നുണ്ട്. ഇനി വെള്ളങ്ങൾ വീട്ടിൽ മാറ്റാൻ പോകട്ടോ. അതുകൊണ്ടാണ് ഇതിൽ ഓയിൽ തേക്കണത്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങൾ ഉണ്ടാക്കി നോക്കും. ഇതിൽ വെച്ചെടുക്കും. രണ്ട് വശത്തും തടവണം. നല്ല റെഡി ആവുള്ളൂ കേട്ടോ. 2 വശത്തും തടവി കൊടുക്കും. നീയോ എടുക്കാം. അപ്പം ഇത് നമ്മൾ ഇങ്ങനെ പരത്തണം കേട്ടോ.
അങ്ങനെ പരത്തിയാലത് റെഡി ആയി കിട്ടാം. അപ്പം നിങ്ങൾ പരത്തണം. നിങ്ങൾ കേൾക്കില്ലേ? കേൾക്കണില്ലേ? നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കണം. ഞാൻ എനിക്കും വേണ്ടി കുറേ വട്ടം ഉണ്ടാക്കിയുണ്ട്. നിങ്ങൾ കേൾക്കണം. കുറച്ചനെ അതുകൊണ്ട് നമ്മൾ നല്ല ഷേപ്പിൽ പരത്തണം എന്ന് നിർബന്ധമല്ല കേട്ടോ. എങ്ങനെയെങ്കിലുമൊക്കെ പരത്തിയാൽ മതി. ഇവിടെ നിന്നിട്ട് പരത്താനാണ് സുഖം. ഞാൻ ഇവിടെ ഇരുന്നിട്ടാണ് പരത്തുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ രണ്ട് ഭാഗത്തും നമ്മൾ ഓയിൽ തടവി കൊടുക്കാൻ മറക്കരുത്. ഇത് മറന്നു കഴിഞ്ഞാൽ നമ്മുടെ പൊറോട്ട റെഡി കിട്ടില്ല. അതുകൊണ്ട് ഇത് മറക്കരുത്. ഇതാണ് ഇതിൻ്റെ മെയിൻ കാര്യം എന്നുള്ളത്. ഇതിങ്ങനെ തേക്കണം, എന്നാലത് പൊട്ടി പോകാതെക്കോളും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ വീശുന്ന സമയത്ത് ഇത് പൊട്ടിപ്പോകും. അത് പൊട്ടി പോകാതൊക്കെ അത് എന്ത് ചെയ്താലും ഇത് പൊട്ടില്ല കേട്ടോ, പൊട്ടിപ്പോകില്ല. രണ്ട് വശത്തും ഓയിൽ തേച്ചുകൊണ്ടാണ്. കണ്ടിട്ട് ഞങ്ങൾ ഫുൾ സെറ്റാണ് കണ്ടോ. അപ്പോൾ നമുക്കിത് ചുരുട്ടാൻ തുടങ്ങാം. എവിടെ നിന്ന് എങ്ങോട്ട് ചുരുട്ടണം എന്നുള്ളതാണ്. എങ്ങനെ ചുരുട്ടിയാലും ഇത് ചുരുളണം കണ്ടോ, ഇതുപോലെ. അല്ലാതെ പൊറാട്ട കമ്പനിക്കാർ കാട്ടണ മാതിരി കുറേ അതും കാട്ടണ്ട. ഇതുപോലെ ഇതുപോലെ നമ്മൾ ഇങ്ങനെ ചുരുട്ടിയാൽ ഇത് റെഡിയാകും. മനസ്സിലായോ? എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക. അപ്പോൾ ഇത് റെഡിയായി കാണാൻ നിങ്ങൾ ഇങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് നിങ്ങളിത് കാണണം. ഞാൻ കണ്ടിട്ട് പൊട്ടിപ്പോകാൻ നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എങ്ങനെ ഇതിന് ചുരുണ്ട് പോയാലും ഇത് പൊട്ടിപ്പോകില്ല. ഇതെങ്ങനെ പോയാലും ഇത് പൊട്ടിപ്പോകില്ല. ഇത് ചുരുണ്ട് എഴുതിയിട്ട് ഒരു പ്രശ്നമില്ല. നമുക്കിത് ചുരുട്ടാൻ തന്നെയാണ്. അതുകൊണ്ട് ചുരുണ്ട് എഴുതിയിട്ട് യാതൊരു പ്രശ്നമില്ല. ഇപ്പം നിങ്ങൾ കണ്ടോ നല്ലൊരു നൂലാമാല ഇവിടെ റെഡി ആക്കണേ. അപ്പോൾ ഇതുപോലത്തെ ഒരു നൂലാമാലയാണ് നമുക്ക് കിട്ടേണ്ടത്. കണ്ടില്ല നിങ്ങൾ ഈ നൂലാമാലൻ്റെ വലുപ്പങ്ങൾ കണ്ടോ? ഇത് മാലയാണ് വിചാരിച്ച നിങ്ങൾ? അല്ല, ഇത് നമ്മുടെ പൊറാട്ടൻ്റെ മാവാ പ്രിയരെ. നമ്മൾ ഇങ്ങനെ ചുരുട്ടിയാൽ ഇത് റെഡിയാകും. മനസ്സിലായോ? എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക. അപ്പോൾ കാണണം. ഇതാ നോക്കിക്കോളെ, ശരിക്കും നോക്കിക്കോളെ. റെഡി? മനസ്സിലായില്ലേ? ഇതുപോലെയാണ് പൊറാട്ട മാവ് ഉണ്ടാക്കുക. ഗൈസേ എല്ലാം കുളമാകാൻ പോവാണ്. ഓലൊക്കെ നീച്ചു വന്നു. ഇനി എന്ത് ചെയ്യും ഞാൻ? ഇനി കുഞ്ഞുമക്കൾ നീച്ചല്ലോ, ഞാൻ പരത്തനല്ലോ. അതെനിക്ക് അങ്ങനെയല്ല. ഇച്ചി വെള്ളം ഉണ്ടല്ലോ കൈമല്. നിങ്ങൾക്കൊക്കെ ഞാൻ പഠിപ്പിച്ചാ. ഇവിടെ ഇങ്ങനെ പുടി, എന്നിട്ട് ഇങ്ങനെ 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 കീറുണ്ട്. ഞാൻ ചെയ്ത കുഞ്ഞെ ഇന്ന് പൊറാട്ട ഉണ്ടാവില്ല കേട്ടോ. അമിക ചുട്ട പൊറാട്ട കേട്ടോ. വീഡിയോയില് വരാന് എനിക്ക് ഉണ്ടാക്കാറിയും എനിക്ക് കൊളാക്കാൻ അറിയാത്ത കൈയൊക്കെ കഴുകി വൃത്തിക്ക് വന്നാട്ടെ ഈ കുട്ടി. പല്ലി തേച്ച് കൈ കഴുകി നല്ല കുട്ടിയായിക്കാണ്ട് വന്നിട്ടാണ് ഇനി സഹായിക്കാൻ അല്ലേ? അമികാക്ക് ഞാൻ ഒരു ഉരുള കൊടുത്തേക്ക, ഒരു ഉണ്ട. ഓളയിമ പോയിട്ടോ. ഇനി നമ്മളെ ഈ കുഞ്ഞുമോന് കഴിഞ്ഞിട്ട് എനിക്ക് ഇത് ഇത്ര മതിയോ? ഇവിടെ എന്താ നമ്മൾ ചെയ്യാം? ഇവിടെ ഇങ്ങനെ അടിച്ച് ഈ വട്ടാക്കുക. എണ്ണ തടവൂലേ? അതൊക്കെ ചിന്തി മറിച്ചിട്ട് പിന്നെ തടവണ ഓയില് ഞാനൊക്കെയാണ് അങ്ങനെ മീന് നമുക്ക് പരത്തി തന്നു കേട്ടോ. നമുക്ക് ഇത് റെഡിയായോ ഈ പരത്തല്? ആർക്ക് ഇതിമ തുടങ്ങി ആർക്ക് കണ്ടോ മീനാക്കിയത് നല്ല റെഡിയിൽ വരുന്നു. എന്റെ കുട്ടി കൈ കഴുകിയതാട്ടോ. എന്റെ കുട്ടി ഇങ്ങനെ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ തടവി പൊറാട്ട ഉണ്ടാക്കല്. എന്റെ കുഞ്ഞിനെ പഠിപ്പിച്ചെടുക്കാട്ടോ. അങ്ങനെ മുഖം ഒന്ന് കാണിച്ചു. ഞാൻ നല്ല മാവ് ഉണ്ടാക്കി. മാവ് കൈ കൊഴിച്ചു ഞാനൊരു ഉണ്ടാക്കി. ഇനി ഇപ്പുറത്തും തടവണം. നമ്മള് ഈ ഓയില് നമ്മള് ഈ ഭാഗത്ത് തടവണം. ശരിക്കും എന്നാലേ കിട്ടുള്ളൂ. കുട്ടിയിൽ എല്ലായിടത്തും ആക്കും, ഒരു ഭാഗത്ത് മാത്രമല്ല. ഇനി നമ്മൾ എന്താ ചെയ്യല് പറഞ്ഞു കൊടുത്താ? എങ്ങനെ ചെയ്യല് ഇജ്ജ് പറഞ്ഞു കൊടുക്ക്. എങ്ങനെ പറഞ്ഞു കൊടുക്കും? ഓൾക്ക് പറഞ്ഞു കൊടുക്കും. അങ്ങോട്ട് നോക്ക്. ഇതെടുത്തിട്ട് അങ്ങനെ ചുരുട്ടുണ്ടാ? ചുരുട്ടല്ല, ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഇങ്ങനെ കാട്ടി കൊടുക്കുക. അജ്ജ് കാട്ടിക്കോ. ഇജ്ജ് എങ്ങനെയെങ്കിലും കാട്ടിക്കോ. അപ്പം റെഡിയാവും. ഇജ്ജ് എങ്ങനെ കാട്ടിയാലും റെഡിയാവും. ആ അങ്ങോട്ട് പുറത്തേക്ക് വേണ്ട കേട്ടോ. എങ്ങനെ കാട്ടിയാലും റെഡിയാവും കേട്ടോ. അടിച്ചോ അടിച്ചോ അടിച്ചോ. പോകൂല. ധൈര്യമായിട്ട് അടിച്ചോ. അതിന് കുറച്ച് ഇവിടെ പിടിച്ചടിച്ച് കുറച്ച് നീണ്ടില്ല. അങ്ങനെയല്ല, ഇതിങ്ങനെ കയ്യിൽ ചുരുട്ടിയേക്കുക. എന്നിട്ട് ഇവിടെ ഇവിടെ ഒന്ന് കനം കുറക്കുക. അടക്ക് ഇതിങ്ങനെ കൈ ചുരുട്ടിയേക്കുക. ഇനി ഇവിടെ കനം കുറക്കുക. അടിച്ചോ. ആ അടിച്ച ചെയ്യും. അത് അങ്ങനെയല്ല ചുരുട്ടുക. ഇവിടെ പൊട്ടിയ ഇങ്ങനെ പിടിച്ച ഇങ്ങനെ നല്ല ചുരുട്ടി അടുപ്പിച്ചടുപ്പിച്ച് വെക്കുക.
കടിക്ക് തിരികെ അത് തിരികെ വെക്കും ഇങ്ങനെ റെഡി കേട്ടോ. ഞാൻ അടുത്ത ആൾ വരാം. ഓല പൂതി തീർന്നു കേട്ടോ. അടുത്ത ആള് ഞങ്ങൾക്ക് ഒരു അവസരം തന്നല്ലേ, എനിക്ക് അടിച്ചാനുള്ള അവസരം തരാം കേട്ടോ. ഇത് ഞാൻ പറ്റിക്കോളാം. പഠിച്ചു. പിന്നെ മാവുണ്ടാക്കാൻ പഠിച്ചില്ലേ? മാവുണ്ടാക്കാൻ പഠിച്ചു. ഉണ്ടാക്കാണ്ട് കവറിലിടാൻ പഠിച്ചു. അതും പഠിച്ചു. കവറിൽ കിട്ടിയല്ലോ. അപ്പൊ നിന്റെ കുഞ്ഞ് എല്ലാത്തിനും പഠിച്ചു അല്ലേ? പോരാട്ടി ഉണ്ടാക്കാനും പഠിച്ചു, ഒക്കെ പഠിച്ചു കേട്ടോന്. നീ നേരം വൈകുവേ. അങ്ങോട്ട് വേഗമില്ലല്ലോ. ഇപ്പോഴും ചെറുതാ. ഇപ്പുറത്ത് പോലെ നീ നടുക്കാക്കി ചാടി മാവ് അടിച്ചോണ്ടി അടിച്ച അവസരം കേട്ടോ. ഉമ്മച്ചിണ്ടാണ്ട് വേഗം ഇന്തങ്ങാട്ട് സ്പീഡ് മച്ചിക്കാലേ. പക്ഷെ അമികാനും കാട്ടി സ്പീഡ് നിൽക്കാം. എൻ്റെ മതി കുട്ടിയെ മതി മതി അതിന് മതി. ഞാൻ റെഡി ആക്കും കേട്ടോ. തോള് റെഡി ആക്കി കേട്ടത് ഞാൻ ഇതേപോലെ ആക്കട്ടെ. ഇതേപോലെ ആക്കട്ടെ. ചുറ്റി കൂടി മേലെ പിടിച്ചു ഇവിടെ പിടിച്ചു. അത് മേലക്കാക്ക് ഈ കളിക്ക്. എങ്ങനെയെങ്കിലും ആക്കാൻ മതി. അനി പോയിട്ടോ. നിങ്ങൾ അവസരം കഴിഞ്ഞു. പിന്നെ അടിക്കാക്ക്. ഇത് അടിയിലേക്ക് നടിയില് അടിയിട്ട നടുവെക്ക്. അപ്പൊ സമാധാനമില്ലേ? ഉണ്ടാക്കിയ പൊറാട്ടന്റെ മാവ് റെഡി ആയിട്ടില്ല. റെഡി ആയില്ലല്ലേ? പ്ലാസ്റ്റിക് ചട്ടിയിൽ നടക്കാനോ? ചട്ടിയിലാക്കാനെ കുട്ടി എന്താ ചട്ടി എന്ന് പറഞ്ഞ സൂപ്പർ ചട്ടി. അതേക്ക് എത്ര ആയാലും ചൂടാണ്. പെരും ചൂടായി ചട്ടി. ചൂടായി ചൂട് പോകാൻ പണിയാ. അപ്പൊ ഇതാ അപ്പൊ നമ്മള് ഇത് ഇവിടെ കൊണ്ടുവന്ന് തേച്ച് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് അത് ഇങ്ങനെ എടുത്തുണ്ട് അടച്ചു വേണേ നമുക്ക് ചട്ടകോ ചട്ടകം വേണം. കഞ്ഞിയിലല്ലോ ആദ്യം അഞ്ചെണ്ണം ഉണ്ടാക്കി അടിച്ചാണെങ്കിൽ തന്നാല് കേട്ടോ. അഞ്ചെണ്ണം അല്ല, ഒരു 4 എണ്ണം അല്ലെങ്കിൽ 3 എണ്ണം. അത്ര ഉണ്ടാവുള്ളൂ പൊറാട്ട. നമ്മുടെ ബാക്കിൽ കഴിഞ്ഞില്ലപ്പോ അടിക്കുമ്പോ ഈ ഒരു പെട്ടിയിലിട ചൂടോടെ നിൽക്കാം. കഴിഞ്ഞില്ലേ? അതൊന്നും കുഴപ്പമില്ല. കഴിഞ്ഞാണ്ടാവില്ല പൊറാട്ട. കൂടിയതൊക്കെ കഴിഞ്ഞില്ല. കുറച്ച് അടച്ചൊക്കെ ചോടിയാൻ സാധനം വളർത്തിയാലോ കാട്ട് നടക്കാം കാട്ട് അളക്കാൻ പറ്റൂലല്ലോ. ഇതെന്തിനാണ് മറ്റു ഇങ്ങനെ കിട്ടണ്ടേ? ഇവിടെ വെക്കുവായ വരാം അല്ലേ? അങ്ങനെയാണ് ചട്ടി കൂടെ കേട്ടോ. ഇവിടുന്നല്ലേ നോക്കാൻ പോയിട്ട് അടുത്ത നോക്കാം. അടച്ചിടാൻ പറ്റും.
ക്ലിയർ ആയിരിക്കണ്ടോ? ഇനി കൂടി കിട്ടുന്ന കോലത്തിൽ കിട്ടും. അല്ലെങ്കിൽ ആ ചാടി പച്ചണം എനിക്ക് മനസ്സിലാവും കിട്ടുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മാവ് പൊറാട്ട റെഡി ആയിക്കണം. ഇനി നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പിലേക്കാണ് പോണത്. എല്ലാവരും ഈ നിമിഷത്തിലെങ്കിലും ഒരു ലൈക്ക് തന്നെ സഹായിക്കണം. നിങ്ങൾ പുറത്ത് കയറി രണ്ടാളും നിങ്ങൾ പറയും ലൈക്ക് ചെയ്യണം. ഇതില് വാ, പുറത്തൂടെ വാ. കുട്ടികളൊക്കെ ചായക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുക. അപ്പൊ ഞാൻ പൊറാട്ടയുടെ മാവ് പുറത്ത് നിൽക്കുക. അപ്പൊ ഇത് ചൂടോട് കൂടി റെഡിയാക്കണം, അല്ലെങ്കിൽ പിന്നെ ചൂടാറിയാലേ നമുക്കിത് റെഡിയാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇങ്ങനെ ആക്കിയിട്ടാണ് ചെയ്തെടുക്കുക. ചൂടോട് കൂടി തന്നെ ചെയ്യണം. ഇത് റെഡിയായി കിട്ടൂല കേട്ടോ. നിങ്ങളെ സൈഡിൽ നിന്ന് മാറി ഞങ്ങളെ വിളിച്ചിടന്ന് നിങ്ങളെ കൊണ്ട് മാറ്റാൻ പോവാണ്. അത് അടിച്ചിട്ട് റെഡി ആകില്ല, ചൂടാറി കഴിഞ്ഞാൽ പിന്നെ ഇത് റെഡിയാക്കാൻ നമുക്ക് പറ്റൂല. അതുകൊണ്ടാണ് ഞാൻ തന്നെ റെഡിയാക്കാൻ പറയുന്നത്. ഇത്രയും പവറിൽ കളിച്ചണം, അപ്പോഴത് പനങ്ങുള്ളൂ. പൊറോട്ട റെഡി ആയത് നിങ്ങൾ കണ്ടോ? നിങ്ങൾ കാണില്ലേ? റെഡി ആയിട്ടില്ലേ? അമീനക്ക് ഒന്നെടുത്തു. നമുക്ക് ഒന്നുകൂടി അടിച്ചു നോക്കാം. അത് അടിയിട്ട് ചൂടായിരിക്കണം. വീഡിയോ എടുക്കുന്നുണ്ട്. അടക്കിനി കറി പറഞ്ഞു ഇവിടെ ഇരുന്നോളി. ഇവിടെ എങ്ങണ്ട് അമീന? സൂപ്പർ അല്ലേ? ഇഷ്ടായോ? എന്നാ പറ ഇഷ്ടായിക്കണേ പറ. എന്ത് ലൈക്ക് ഇഷ്ടായോ? എന്നാ ചായ എടുത്തോണ്ട നല്ലതിന്. അപ്പം അമ്മക്ക് തിന്നോടുക്കണം. ഓക്കെ, ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ലോ കേട്ടോ. സൂപ്പർ കേട്ടോ. ഉണ്ടാക്കൂലേ? അങ്ങനെ ഞാൻ പൊറാട്ടൻ്റെ വീഡിയോ വൈൻഡപ്പ് ആക്കാൻ പോവാണ്. നല്ല പൊറാട്ടയാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. നല്ല ലെയറോട് കൂടിയുള്ള പൊറാട്ടയാണ്. നമുക്ക് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം ലെയറുകളുണ്ടോ. കാണുന്നുണ്ട് നിങ്ങളുടെ ലെയറുകൾ? നല്ല ലെയറുകളുള്ള പൊറാട്ടയാണ് എൻ്റെ വീഡിയോയിൽ ഞാൻ കാണിച്ചുകൊണ്ടിരുന്നത്. ഉണ്ടല്ലേ? ലെയറുകളുണ്ട്. അപ്പോൾ നല്ല സൂപ്പറാണ്. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയൊരു പൊറാട്ട രൂപത്തിലാണ് ഇന്ന് ഞാൻ അവതരിപ്പിച്ചിട്ടുള്ളത്. ഞാൻ പണ്ട് പറഞ്ഞ പോലെ മടക്കി നിർത്തി ചുവർട്ടി കേട്ടോ. ഇത് ഞാൻ തന്നെ തിന്നുട്ടോ. മടക്കി നോക്കി ഇങ്ങനെ ചുരുട്ടിയാലും ഒന്നും സംഭവിക്കില്ല. വീണ്ടും നമുക്ക് നിർത്താൻ പറ്റിയ അടിപൊളി പൊറാട്ട, ലെയറുകളോടുള്ള പൊറാട്ട. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നും എൻ്റെ വീഡിയോ കാണാം. ഓക്കെ, ബായ്. അടുത്ത വീഡിയോയിൽ കാണാം.